ദുരന്തം നടക്കുമ്പോൾ ഒമാനിലായിരുന്നു നൗഫൽ. നാട്ടിൽ എന്തൊക്കെയോ സംഭവിച്ചു എന്നറിഞ്ഞ് വിമാനം കയറുമ്പോഴും പ്രിയപ്പെട്ടവർ സുരക്ഷിതരായി എവിടെയെങ്കിലും ഉണ്ടാവുമെന്ന പ്രതീക്ഷയുണ്ടായി. പക്ഷേ വന്നിറങ്ങിയപ്പോൾ ഉറ്റവരായ 11 പേരിൽ ആരും ബാക്കിയുണ്ടായില്ല. ഞാൻ വന്നിറങ്ങിയപ്പോൾ പ്രതീക്ഷകളുണ്ടായിരുന്നു. ഞാനിവിടുത്തെ സീന് കാണുന്നില്ല, അല്ലെങ്കിൽ ടി വികളൊന്നും അല്ലെങ്കിൽ മൊബൈലിൽ നോക്കാൻ എനിക്ക് തോന്നിയില്ല. എന്തോ ഒരു അന്താളിപ്പത്തോടെ ഞാൻ വരുന്നത്. ഞാൻ അറിയില്ല എങ്ങനെ എല്ലാം പോയി, അവിടെ പോയി എന്നൊക്കെ അറിയാം. എന്നാലും എനിക്ക് ചെറിയൊരു പ്രതീക്ഷകളുണ്ടായിരുന്നു. എവിടെയെങ്കിലുമൊക്കെ കയറിയിരിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ കാട് കയറിയിട്ട് എവിടേക്കെങ്കിലുമൊക്കെ മാറിയിരിക്കുന്നുണ്ടാവും എന്നുള്ളൊക്കെ പ്രതീക്ഷകളായിരുന്നു. പിന്നെ ഇവിടെ വന്ന് നോക്കുമ്പോൾ എൻ്റെ ഉമ്മയും ബാപ്പിയൊന്നും മരിച്ചത് ഞാൻ അറിഞ്ഞിട്ടില്ല. പിന്നെ ഞാൻ വന്ന അന്നാണ് എൻ്റെ മകളെ കിട്ടിയത്. അതോടെ എൻ്റെ എല്ലാ ലെവലും തെറ്റി തുടങ്ങി. എങ്ങോട്ടെങ്കിലും ഓടിപ്പോയാലോ എന്ന് തോന്നിയ നിമിഷങ്ങളിൽ എവിടെ നിന്നൊക്കെയോ ഉള്ള മനുഷ്യർ നൗഫലിനെ സ്നേഹം കൊണ്ട് പൊതിഞ്ഞു. ഒരുപാട് നല്ല മനുഷ്യന്മാർ. നമ്മൾ എന്താ പറയുക, പ്രതീക്ഷിച്ച് നമുക്കിപ്പോൾ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മളെ അടുത്തുള്ള ആൾക്കാരെ അവരുണ്ടാവും. അതൊക്കെ പറയുന്ന അത് ഞാൻ നിന്ന് പഠിച്ച പാടാട്ടോ. അതൊക്കെ വെറുതെയാണ്. ശരിക്കും നമ്മളറിയാത്ത ഒരുപാട് മനുഷ്യന്മാർ, ഇതുവരെ കാണാത്ത മനുഷ്യന്മാർ വന്ന് എന്താ വേണ്ട സഹായ സഹകരണമൊക്കെ ചെയ്തു തന്നു. ഒരു സുഹൃത്തിനെ പോലെ, ഒരു സഹോദരനെ പോലെ, ഒരു ബാപ്പാനെ പോലെ, ഒരു ഉമ്മാനെ പോലെ, ഒരു പെങ്ങളെ പോലെ എനിക്ക് എല്ലാവരും എന്നെ തോളോട് തോൾ ചേർത്ത് എല്ലാം ചെയ്തു തന്നു. ഗൾഫ് ജീവിതം അവസാനിപ്പിച്ച നാട്ടിൽ ബേക്കറി തുടങ്ങണമെന്നായിരുന്നു ഭാര്യയുടെ ആഗ്രഹം. കേരള നദ്വത്തുൽ മുജാഹിദിന്റെ സഹായത്തോടെ നൗഫൽ മേപ്പാടിയിൽ ജൂലൈ 30 എന്ന പേരിൽ ബേക്കറിയും ഹോട്ടലും തുടങ്ങി. ദുരന്തത്തിന്റെ 1ാം വാർഷികത്തിന് മുന്നേ തന്നെ മസ്കറ്റ് KMCC നൗഫലിന് പുതിയ വീടും നിർമ്മിച്ചു നൽകി. ഇപ്പോഴും ഏതൊക്കെയോ നാട്ടിൽ നിന്ന് അപരിചിതരായ മനുഷ്യർ കടയിലെത്തി സ്നേഹം പങ്കുവെക്കുന്നു. ഒരുപാട് ആൾക്കാർ പല ഭാഗത്തു നിന്നായിട്ട്, പക്ഷെ ഞാനൊന്നും അവരറിയില്ല. അവർ എല്ലാവർക്കും എന്നെ അറിയാം. അവരാണ് എൻ്റെ ശരിക്കുള്ള ധൈര്യം. അവർ വന്നിട്ട് അവരാണ് എൻ്റെ കൗൺസിലിങ്. ശരിക്കും ആ വരുന്ന ആൾക്കാരാണ് പേടിക്കേണ്ട, ഞങ്ങളുണ്ട്. അപ്പം നമുക്ക് തന്നെ ഒരു പ്രതീക്ഷയാണ്. എന്നെ എല്ലാവരും ഏറ്റെടുത്ത് എന്നില്ല, അല്ലെങ്കിൽ എന്നോടൊപ്പം ഉണ്ട് എന്നുള്ള ആ ഒരു പ്രതീക്ഷയിലാണ് ഞാൻ ഇതുവരെ ഇപ്പോഴും കടന്നു പോയത്. ആ ഒരു പ്രതീക്ഷ തന്നെയാണ് ഇനിയും മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ശരി, ജൂലൈ 30 എന്ന ഈ റെസ്റ്റോറൻറ്റും ബേക്കറിയും ഒരു അതിജീവനത്തിൻ്റെ പ്രതീകമാണ്, ഒരു പോരാട്ടത്തിൻ്റെ കഥയാണ്. പ്രജോഷ് കുമാറിനൊപ്പം കമൽ, മാതൃഭൂമി ന്യൂസ്, വയനാട്.